2024-25 വർഷത്തിൽ കേരളത്തിൽ ശൈശവ വിവാഹങ്ങളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധനവെന്ന് കണക്കുകൾ. വനിതാ ശിശുവികസന വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജനുവരി 15 വരെ 18 ശൈശവ വിവാഹങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. 2023-24 വർഷത്തിൽ ഇത് 14ഉം 22-23 വർഷത്തിൽ ഇത് 12ഉമായിരുന്നു. ഈ വർഷത്തിൽ നടന്ന 18 ശൈശവ വിവാഹങ്ങളിൽ 10 എണ്ണവും നടന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലാണ്. 3 ശൈശവ വിവാഹങ്ങളാണ് രണ്ടാം സ്ഥാനത്തുള്ള മലപ്പുറത്ത് നടന്നത്. മൂന്നാം സ്ഥാനത്തുള്ള പാലക്കാടും തിരുവനന്തപുരത്തും 2 വീതം ശൈശവ വിവാഹങ്ങളും നടന്നിട്ടുണ്ട്. ആലപ്പുഴയിലും വയനാട്ടിലും 1 വീതവും ശൈശവ വിവാഹങ്ങൾ നടന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2022-23 വർഷത്തിൽ 108 ശൈശവ വിവാഹങ്ങൾ ഔദ്യോഗികമായി തടഞ്ഞിരുന്നു. 2023-24 ഇത് 52ആയും 2024 ഏപ്രിലിനും 2025 ജനുവരിക്കുമിടയിൽ 48ആയും കുറഞ്ഞു. കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 2500 രൂപ പ്രതിഫലം നൽകുന്ന സംസ്ഥാനത്തിന്റെ പൊൻവാക്ക് പദ്ധതി പ്രകാരം 2022-23 8 ബാലവിവാഹങ്ങൾ തടയാൻ കഴിഞ്ഞിരുന്നു. 2023-24 7 കേസുകളും 24-25 10 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. നിരീക്ഷണം ശക്തമാക്കിയതിനാലാണ് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതെന്ന് വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിലും ശൈശവ വിവാഹങ്ങളിൽ വർധനമുണ്ടാകുന്നത് ആശങ്കാജനകമാണെന്നും ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറത്ത് ശൈശവ വിവാഹത്തിന് ശ്രമിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. 14കാരിയുടെ വിവാഹ നിശ്ചയം നടത്തിയ സംഭവത്തിൽ വരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തവർക്കുമെതിരെയാണ് കാടാമ്പുഴ പോലീസ് കേസെടുത്തത്. 14 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയമാണ് മലപ്പുറത്ത് നടന്നത്. കേരള സർവകലാശാലയിലെ ജനസംഖ്യാ വകുപ്പുമായി ഏകോപിപ്പിച്ച് സംസ്ഥാനത്തെ ശൈശവ വിവാഹങ്ങളെ കുറിച്ചുള്ള വിശദമായ പഠനം നടത്തുന്നുണ്ട്. 2022-23 റിപ്പോർട്ട് ചെയ്യപ്പെട്ട 12 സംഭവങ്ങളിൽ 11 എണ്ണവും പാലക്കാടും മലപ്പുറത്തുമാണ്. 2023-24 മലപ്പുറത്തും തൃശൂരും 4 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 6 കേസുകൾ പാലക്കാടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 2024-25 സംസ്ഥാനത്തെ ആകെ കേസുകളുടെ പകുതിയിലധികവും തൃശൂർ ജില്ലയിലാണ് രേഖപ്പെടുത്തിയത്. ശൈശവ വിവാഹങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മലപ്പുറത്ത് കാര്യക്ഷമമാണെന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്.